വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കല്യാണ സാരി എടുക്കാനായിട്ട് നമ്മൾ കുത്താമ്പള്ളിക്ക് പോയൊരു വീഡിയോ ആണ്. അപ്പോൾ കുറേ നാളായിട്ട് ഇടണമെന്ന് വിചാരിച്ചിട്ട് നടക്കാത്ത ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഗൈസ്. ഞാനും സരിത ചേച്ചിയായിരുന്നു എറണാകുളത്ത് നിന്ന് കയറിയത്. അമ്മയും ചേച്ചിയും ചേട്ടനും മാമിയും എല്ലാവരും കൂടി കരുനാഗപ്പള്ളിയിൽ നിന്ന് ട്രെയിൻ കയറി. ആ ട്രെയിനിലായിരുന്നു ഞങ്ങൾ കയറാൻ പോകുന്നത്. എറണാകുളത്ത് നിന്നും രാത്രിയിലായിരുന്നു ട്രെയിൻ വരുന്നത്. ഞങ്ങൾക്ക് ബുക്കിംഗ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു കയറിയത്. അവിടെ നല്ല തിരക്കായിരുന്നു. കയറിയപ്പം തന്നെ സീറ്റൊന്നും കിട്ടിയില്ല. 12:30 ആയപ്പം തന്നെ എറണാകുളത്തെത്തി. കൃത്യം 3 മണിയായപ്പം ഞങ്ങൾ ഇതാ ഒറ്റപ്പാലത്തെത്തി. ഉറക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ക്ഷീണമായിരുന്നു. എല്ലാവരും വന്നിറങ്ങിയപ്പം തന്നെ ഓരോ സീറ്റുകളിലായിട്ട് മാറി അങ്ങ് ഇരുന്നു. എന്നാൽ പിന്നെ ക്ഷീണമൊക്കെ മാറ്റി പോകാമെന്നും പറഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു ലോഡ്ജ് തപ്പി. ഹൈദരിയ ലോഡ്ജ് എന്ന് പറഞ്ഞൊരു ലോഡ്ജ് കിട്ടി. അത് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. ഒരു വലിയ റൂം, അതിനകത്ത് 3 ബെഡും ഉണ്ടായിരുന്നു. സുഖമായിട്ട് എല്ലാവർക്കും കിടന്നുറങ്ങാൻ പറ്റി. അങ്ങനെ രാവിലെ 7 മണിയായപ്പം തന്നെ എല്ലാവരും കുളിച്ച് ഒരുങ്ങി റെഡിയായി. അപ്പോൾ ഈ സ്റ്റേഷൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പ്രൈവറ്റ് സ്റ്റാൻഡ്. അപ്പോൾ അവിടുന്ന് ഒറ്റപ്പാലത്തിൽ നിന്ന് കുത്താമ്പള്ളിക്ക് ബസ്സുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ എല്ലാവരും റെഡിയായി ബാഗും എല്ലാം ആയിട്ട് പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് നടക്കുകയാണ്. സ്റ്റാൻഡിലോട്ട് നടക്കുന്ന വഴിക്ക് നമ്മൾ ഒരു ഹോട്ടൽ കണ്ട്. അപ്പോൾ പിന്നെ എന്നാൽ ഫുഡ് കഴിച്ചിട്ട് പോകുന്ന പറഞ്ഞ് ഞങ്ങൾ അവിടെ കയറി. ഇനിയിപ്പം കുത്താമ്പള്ളിക്ക് ചെന്ന് കഴിഞ്ഞാൽ ഷോപ്പിൽ കയറി എത്ര മണിക്കാണ് പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നറിയില്ല. അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന് ബസ് കയറി പോകാമെന്ന് കരുതി ഞങ്ങൾ ആ ഹോട്ടലിൽ കയറി. അപ്പോൾ എല്ലാവരും പൊറോട്ടയായിരുന്നു വാങ്ങിച്ചത്. കടലക്കറി ഉണ്ടായിരുന്നു, പിന്നെ ഉള്ളിക്കറി ഉണ്ടായിരുന്നു, അങ്ങനെ വെറൈറ്റി കറികൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചാണ് കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചത് ആ കുഞ്ഞൂസിൻ്റെ ഒരു നോട്ടം കണ്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കയ്യും കഴുകി ഇറങ്ങുകയാണ് ഷോപ്പിൽ നിന്നും. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിൽ കയറി നിൽക്കും. എൻ്റെ വീഡിയോ എടുക്കുമെന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നോക്കിയേ ഫ്രണ്ടിൽ കയറി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് നടത്താൻ തുടങ്ങി ഗൈസ്. അങ്ങനെ നടന്നതാ നമ്മൾ ഒറ്റപ്പാലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തി. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ കുത്താമ്പള്ളിക്ക് ബസ് ഇല്ലായിരുന്നു. ഒരെണ്ണം പോയി. ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന നേരം കൊണ്ട് ആ ബസ് പോയി. അപ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ബസ് വരുമെന്ന് പറഞ്ഞ് അങ്ങനെ ബസ് വന്ന് ബസ് കയറി ഇതാ ബസ് സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ് ഗൈസ്. അപ്പം നമുക്ക് ഒറ്റപ്പാലത്തിൽ നിന്ന് 3/4 മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു ആ ബസ് യാത്ര. കുറേ കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. കുന്നുകളും മലകളും എല്ലാം ഉണ്ടായിരുന്നു ഗൈസ്. വെള്ളവും ഇതെല്ലാം കണ്ടായിരുന്നു ഞങ്ങൾ പോയത്. കുറേ വീഡിയോസിലൊക്കെ യൂട്യൂബിൽ നമ്മൾ കാണുന്നതാണ് AR ഹാൻഡ്ലൂംസിൻ്റെ കുറേ വീഡിയോസ്. അപ്പോൾ ഇതായിരുന്നു ആ ഷോപ്പ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൊരു ശിവറാം ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലായിരുന്നു നമ്മൾ പോയത്. എൻ്റെ ബസ്സിൽ തൊട്ടടുത്തിരുന്ന ചേച്ചി ആ ഷോപ്പിലെ സ്റ്റാഫായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ആ ഷോപ്പിനെ പറ്റി പറഞ്ഞു തന്നെ ആ ചേച്ചിയായിരുന്നു. ആ ഒരു വിശ്വാസത്തിലായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയത്. കുത്തമ്പള്ളി എത്തുമ്പോൾ തന്നെ നമ്മൾ ഡൗട്ട് അടിച്ച് പോകുമ്പോൾ ഏത് ഷോപ്പിൽ കയറണമെന്ന്. അതേപോലെ ഒരുപാട് ഹാൻഡ്ലൂംസ് ഷോപ്പുകളാണ് അവിടെ ഉള്ളത്. ബസ് നിർത്തുന്ന ലാസ്റ്റ് സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ശിവറാം ടെക്സ്റ്റൈൽസിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതായിരുന്നു ആ ഷോപ്പ്. ഇനി ഒന്നും നോക്കിയില്ല ഗൈസ്. ഷോപ്പിൽ കയറി നേരെ കല്യാണ സാരി നോക്കാനായിട്ട് കയറി. അപ്പോൾ 2-3 സാരി ഉടുത്തെടുത്ത് നോക്കി. അവർ ഉടുത്ത് തരുന്നുണ്ടായിരുന്നു ഓരോന്നും. 2 സാരി ഉടുത്തിട്ട് ഓരോ അഭിപ്രായങ്ങളായിരുന്നു ഓരോരുത്തർ പറഞ്ഞത്. 3-ാമത്തെ സാരി ഉടുത്തപ്പോൾ എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ ഇതെടുക്കാമെന്ന് അങ്ങ് തീരുമാനിച്ചു ഗൈസ്. ഈ ചേച്ചിയായിരുന്നു നമ്മൾ ഈ ഷോപ്പിലോട്ട് കൊണ്ടുവന്നത്. അപ്പം നമ്മൾ കല്യാണ സാരി എടുത്ത് കഴിയുമ്പോൾ മുന്താണി അവർ കെട്ടിത്തരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു സാരി എടുത്തത്. അവിടുന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഈ ചേച്ചിമാരായി കൊടുക്കണമായിരുന്നു. അങ്ങനെ കൊടുത്ത് അപ്പോൾ അവർ അതവിടെ കെട്ടി വെച്ചേക്കും. നമുക്ക് ആ സമയം കൊണ്ട് ബാക്കിയുള്ള നമ്മുടെ റിലേറ്റീവ്സിനെല്ലാം നമുക്ക് സാരി എടുക്കാം. അപ്പം നോക്കിയ ഈ ഫസ്റ്റ് ഫ്ലോറിലെ ആ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഒരു വീട് മാതിരിയായിരുന്നു ഈ ഷോപ്പ്. അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. 2 ചേച്ചിമാരും ഇവിടെ കയറി ഊഞ്ഞാലാടുന്നു. അത് കഴിഞ്ഞ് നമുക്ക് സെറ്റ് സാരിയുടെ അടുത്തോട്ട് പോകണം. അപ്പോൾ എല്ലാവർക്കും ഉള്ള സാരിയും ബാക്കിയുള്ള ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിയിട്ടേ ഇവിടെ നിന്ന് പോവുള്ളൂ. അപ്പോൾ സെറ്റ് സാരിയുടെയും സെറ്റും മുണ്ടിൻ്റെയും നോർമൽ സാരിയുടെയും കല്യാണ സാരിയുടെയും എല്ലാത്തിൻ്റെയും കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ചുറ്റും ഇരുന്ന് അവരവർക്ക് വേണ്ടതെല്ലാം സെലക്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഓരോരുത്തർക്ക് വേണ്ടതായിട്ട് നമ്മൾ പേര് അനുസരിച്ച് ഓരോരുത്തരുടെ അടുത്ത് മാറ്റുകയായിരുന്നു. ഇനിയാണ് നമ്മുടെ കുഞ്ഞൂസിനൊരു മുണ്ട് എടുക്കുന്നത്. അപ്പോൾ അവൻ്റെ നീളത്തിനനുസരിച്ച് അവനെ നിർത്തിയിട്ട് മുണ്ടിൻ്റെ അളവൊക്കെ എടുത്ത് സെലക്ട് ചെയ്യുകയാണ് അവിടെ. അപ്പോൾ ഗൈസ് സമയം പോയത് അറിഞ്ഞില്ല. നമ്മൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞപ്പം തന്നെ ഒരു 4 മണിയോളമായി. അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം. നമുക്ക് ബില്ലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ബാഗിലാക്കി സേഫാക്കി അവർ വെച്ച് തന്നു. അപ്പോൾ നമുക്കിതിന് തിരിച്ച് കൊല്ലത്തോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അവിടുത്തെ ചേച്ചിമാരെല്ലാം നല്ല കമ്പനിയായിരുന്നു, നമ്മുടെ കൂടെ നിന്നിരുന്നു. അപ്പോൾ ബാഗും എല്ലാം ആയിട്ട് ഇതാ ബസ് കാത്ത് നമ്മൾ ആ ഷോപ്പിൻ്റെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ശിവറാം ടെക്സ്റ്റൈൽസിൽ വന്ന് നമ്മുടെ മനസ്സ് നിറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ആവശ്യമുള്ള എല്ലാം നമ്മൾ ഇവിടുന്ന് വാങ്ങിയിരുന്നു.
അത്രയും കമ്പനിയായിട്ടാണ് അവിടുത്തെ സ്റ്റാഫ് ചേച്ചിമാർ നിന്നത്. നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ കൂടെ നിന്ന് എടുത്തു തരുമായിരുന്നു. അങ്ങനെ ബസ് വന്നു, നമ്മൾ ബസ്സിൽ കയറി. ബസ് സ്റ്റാർട്ട് ചെയ്യണം ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് ഇനി ഒറ്റപ്പാലത്ത് പോകണം. അവിടെ നിന്നാണ് ട്രെയിൻ ഉള്ളത്. അപ്പം 4:30 കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒറ്റപ്പാലത്തിൽ നിന്ന് കരുനാഗപ്പള്ളിക്ക് ഒരു ട്രെയിൻ ഉണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ബസ് കയറിയിട്ട് സ്റ്റേഷനിലോട്ട് പോവുകയാണ് ഒറ്റപ്പാലം. അപ്പോൾ ഗൈസ് പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ നേരെ സ്റ്റേഷനിലോട്ട് എത്തി. അപ്പം ട്രെയിൻ വന്ന് ഞങ്ങൾ എല്ലാവരും കയറി. ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടി. ലോക്കലായിരുന്നു, ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ സീറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടി. അപ്പോൾ 9:30 കരുനാഗപ്പള്ളി എത്താൻ. അപ്പോൾ ആ 2 പേര് ക്ഷീണം കൊണ്ട് ഉറങ്ങി തുടങ്ങി ഗൈസ്. അപ്പോൾ ഗൈസ് കല്യാണ ഡ്രസ്സ് എടുക്കുന്ന ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഗൈസ്.